Hello friends, welcome back to Vinus Vlogs and Kitchen. ഇന്ന് ഞാൻ തേങ്ങ അരച്ച അയലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ 1 കിലോ അയലയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി എടുത്തതാണ്. ഇനി ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് എടുക്കാം. ഞാനിവിടെ ഒരു മീൻ 2 കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ മീൻ ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് വെന്ത് പൊടിഞ്ഞു പോകും. ചട്ടി വെച്ച് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ കുറച്ച് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ 1.5 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുവാണ്. ആവശ്യമായ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് പൊടിയെല്ലാം മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. പൊടികളുടെ പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം തേങ്ങ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അരമുറി തേങ്ങയുടെ 1/4 ഭാഗം തേങ്ങയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റ് തേങ്ങ ഒന്ന് വഴറ്റിയെടുക്കണം. തേങ്ങ വഴറ്റിയ ശേഷം ഒന്ന് തണുക്കാൻ വയ്ക്കാം. തേങ്ങയിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു മൺചട്ടി വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു നാടൻ രുചി കറിക്ക് കിട്ടാൻ വേണ്ടിയാണ് മൺചട്ടി ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായതിനു ശേഷം കടുക് കൂടി ഇട്ട് കൊടുക്കുവാണ്. കൂടെ കുറച്ച് ഉലുവ കൂടെ ചേർക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുവാണ്. കൂടെ 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ചേർക്കുവാണ്. തേങ്ങയുടെ കൂടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം തിളപ്പിക്കാനായിട്ട് വെക്കാം. അരപ്പിലേക്ക് 1 തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുവാണ്. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറിക്ക് ആവശ്യമായ കുടംപുളി കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് തിളപ്പിക്കാൻ വയ്ക്കാം. അരപ്പ് തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് അയല ചേർത്ത് കൊടുക്കാം. മീനെല്ലാം ഇട്ടതിന് ശേഷം ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. മീനെല്ലാം ഗ്രേവിയിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മീൻ വേകാനായിട്ട് 10-15 മിനിറ്റ് എടുക്കും. അതിൽ കൂടുതൽ നേരം മീൻ വെന്ത് പോയാൽ നമ്മൾ കഴിക്കുന്ന നേരത്തെ എടുക്കുമ്പോഴേക്കും എല്ലാം പൊടിഞ്ഞു പോകും. മീൻ വേകാൻ തുടങ്ങിയാൽ പിന്നെ സ്പൂണും തവിയൊന്നിട്ട് ഇളക്കരുത്, അത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഉപ്പും പുളിയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പുളി കൂടുതലാണെങ്കിൽ അതിൽ 1-2 കഷ്ണം പുളി എടുത്ത് മാറ്റണം. മീൻ കറി ഉണ്ടാക്കി മിനിമം ഒരു 2 അവർ വെച്ചതിന് ശേഷം സെർവ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ് ആവുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ തലേദിവസം മീൻകറി ഉണ്ടാക്കി വെച്ചിട്ട് അത് പിറ്റേ ദിവസം സെർവ് ചെയ്യുമ്പോഴേക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.